ഈ ഏണിയിൽ പിടിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും താഴെ ഇറങ്ങാൻ കഴിയില്ല. ഒരു കുട്ടി അതിൽ കയറിയ ഉടനെ തന്നെ ഏണി പെട്ടെന്ന് തനിയെ അനങ്ങാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും അവന് അതിൽ നിന്നും പിടിവിടാൻ കഴിഞ്ഞില്ല. അവന്റെ കൂട്ടുകാർ വേഗത്തിൽ അവനെ സഹായിക്കാൻ ഓടിയെത്തി. പക്ഷെ അവർക്കവനെ താഴേക്ക് വലിച്ചിറക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ആ ഏണിക്ക് എന്തോ മാന്ത്രിക ശക്തിയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായത്. പെട്ടെന്ന് ആ ഏണി അതിന്റെ കണ്ണുകൾ തുറക്കുകയും കുട്ടിയെയും കൊണ്ട് പോകാൻ തയ്യാറാവുകയും ചെയ്തു. എല്ലാവരും പരിഭ്രാന്തരായി ആ മാന്ത്രിക ശക്തി തകർക്കാനുള്ള വഴി അവർ അന്വേഷിക്കാൻ തുടങ്ങി. ഏണി അവനെയും കൊണ്ട് രക്ഷപ്പെടാൻ തുടങ്ങിയ നിമിഷം ഒരു പെൺകുട്ടി അതിൽ കയറുകയും അതിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവരും ചേർന്ന് ആ ഏണിയിൽ പിടിച്ചിട്ടും അതിനെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് ആ ഏണി ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. താഴെ നിന്നിരുന്ന ചെറിയ കുട്ടി നിസ്സഹായനായി അത് ഉയരങ്ങളിലേക്ക് പറന്നുപോകുന്നത് നോക്കി നിന്നു. അതിനെ എങ്ങനെ തടയണമെന്ന് ആർക്കുമറിയില്ലായിരുന്നു. മാത്രമല്ല ഏണിയിൽ തൂങ്ങിക്കിടന്നിരുന്ന എല്ലാവരുടെയും ശക്തി പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടെന്ന് തോന്നിയ ആ നിമിഷം താഴെ നിന്നിരുന്ന ആ ചെറിയ കുട്ടി പെട്ടെന്ന് ഒരു മാന്ത്രിക തൂവാലയിൽ കയറി മുകളിലേക്ക് പറന്നെത്തി. ഒരു മാന്ത്രിക പുസ്തകം ഉപയോഗിച്ച് ഒടുവിൽ ആ മന്ത്രശക്തി ഇല്ലാതാക്കാൻ അവന് കഴിഞ്ഞു. എന്നാൽ ശാപം മാറിയ നിമിഷം തന്നെ ഏണിയിൽ തൂങ്ങിക്കിടന്നിരുന്ന എല്ലാവരും ആകാശത്തു നിന്നും താഴേക്ക് വീഴാൻ തുടങ്ങി. ഭാഗ്യവശാൽ ആ കുട്ടി തന്റെ മാന്ത്രിക തൂവാല ഉപയോഗിച്ച് വേഗത്തിൽ അവരെയെല്ലാം പിടിക്കുകയും എല്ലാവരും സുരക്ഷിതരായി താഴെ ഇറങ്ങുകയും ചെയ്തു.